ഉനൈസയിൽ നിന്നും ബുറൈദയ്ക്ക് പോണ ഹൈവേ ആണത്. ഇവിടുന്ന് എനിക്ക് തോന്നുന്ന ഒരു 27 കിലോമീറ്റർ ഉണ്ടാവും തോന്നുന്നുണ്ട് ബുറൈദയ്ക്ക്. എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല. നമ്മളെ മൊബൈൽ ക്യാമറന്റെ തൂണ് വീണ്ടും വന്നുകൊണ്ടേ ഇരിക്കണം. ഇതിലാണ് ഇട്ടാൻ മാരിയാണ്. കയ്യിൽ ഫോണ് തൊടാൻ തന്നെ പാടില്ല. ഒരു കല്യാണ മണ്ഡപമാണ് ആ സൈഡിലൊക്കെ കാണുന്നത് കേട്ടോ. പിന്നെ ഒന്നും പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. ഈ 2 സൈഡിലും മരുഭൂമി തന്നെ. ഒരു 10-30 കിലോമീറ്റർ 2 സൈഡിലും മരുഭൂമിയായിട്ട് അങ്ങനെ കിടക്കണം. മണലുണ്ടോ ചോദിച്ചാൽ മണലുണ്ട്, പുല്ലുണ്ട്, കുറെ ഒരു സൈസ് മരങ്ങളുണ്ട്. ഈ കള്ളിച്ചെടിയൊക്കെ മാറ്റി ഓരോ മരങ്ങൾ, ചെടിയല്ല കേട്ടോ, ഈ നമ്മളെ ഈ കാറ്റാടി മാറ്റി ഓരോ മരങ്ങൾ. ഇവിടെ ഒരു പെട്രോൾ പമ്പ് കാണുന്നുണ്ട്. പെട്രോൾ പമ്പ്, ഒരു പള്ളി, ഇതൊക്കെ തന്നെ മരുഭൂമിയിൽ ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഇഞ്ഞൊരു പെട്രോൾ പമ്പ് എപ്പോഴാണ് കാണാൻ നമുക്ക് നോക്കട്ടോ. ഇവിടുന്ന് ഇപ്പൊ ഒന്നും കണ്ടില്ല. ഒരു പള്ളിയും ഒരു പെട്രോൾ പമ്പും ഒരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റും. സൗദി അറേബ്യയില് നല്ല ഈ അറബ് നാട്ടിലൊക്കെ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. ഒരു ടൗണ് വിറ്റാ പിന്നെ 10, 20, 30 കിലോമീറ്റർ പോകണം വേറെ ഒരു ടൗണ് കിട്ടണമെങ്കിൽ. അതിൻ്റെ അടിയിൽ ചിലപ്പോൾ അതേമാതിരത്തെ പമ്പുകൾ ഉണ്ടാവും. അവിടെ ഒരു പള്ളി, നമസ്കാര പള്ളി, പിന്നെ എന്തുണ്ടാവും, ഒരത്തേലൊക്കെ ഒരു സൂപ്പർ മാർക്കറ്റ് മാതിരി ഒരു ഇത് ഉണ്ടാവും. ചില റോഡിന് 100 കിലോമീറ്റർ ഒക്കെ പോയാൽ ഒരു പമ്പൊക്കെ കാണുള്ളൂ. ഇത് പിന്നെ ടൗണിൻ്റെ ഒക്കെ അടുത്ത ഭാഗങ്ങൾ തന്നെയാണ്. നൈസ ബുറൈദ പറയുമ്പോൾ ഒരു 30 കിലോമീറ്ററിൻ്റെ ഡിഫറൻസ് ഒക്കെ ഉള്ളു. അപ്പം അത് വലിയൊരു ഹൈവേ ആയിട്ട് കൂട്ടാനൊന്നും പറ്റില്ല. റിയാദ് ടു ബുറൈദയൊക്കെ പോകുമ്പോഴേ 100 കിലോമീറ്റർ ഒക്കെ പോയാലേ ഒരു പമ്പ് കാണും. ഓരോ കുറ്റിപ്പൊന്തുണ്ട് മരുഭൂമി കൂടെയൊക്കെ, വേറെ ഒന്നുമല്ല. കുറ്റിപ്പൊന്തകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ അടിയിൽ കൂടെ ഒക്കെ ഓരോ കാറ്റടിമാരത്തെ ഓരോ മരങ്ങളും ഇതൊക്കെ തന്നെ ഉള്ളത്. ആ കുറ്റിയാണ് കാണുന്ന സ്പീഡ് ക്യാമറ. അതടിച്ചാലിപ്പോൾ ഒരു 150, 200, 300 പോകും. 120 ഇവിടെ സ്പീഡ് ലിമിറ്റ്. 120. 120 പോകണല്ലേ, 110 പോകണുള്ളൂ. 120 കഴിഞ്ഞൊരു 130 കഴിഞ്ഞാലേ ക്യാമറ അടിക്കുള്ളൂ തോന്നുന്നു. ഇതാണ് റിയാദിക്ക് ഇതല്ല. ഏതാ റോഡ് കറക്റ്റ് അറിയും. റിയാദിക്കല്ല തോന്നുന്നുണ്ട്. റിയാദ് റോഡ് തന്നെയാണോ അതും അറിയാം. ഏതായാലും ഇടത്തോട്ട് പോയാൽ ബുക്കേരിയാണ് തോന്നുന്നു. അടുത്തടുത്ത് 2 പാലം. അടുത്തടുത്ത് 2 പാലങ്ങള്. ഏകദേശം സന്ധ്യ ആയിട്ടോ. ഇവിടെ പെട്ടെന്ന് ഇരുട്ടാണ്ട്. നമ്മളെ നാട്ടിലും അങ്ങനെ തന്നെ ആവും തോന്നുന്നുണ്ട്. ഇപ്പോഴത്തെ ടൈം അങ്ങനെയാണ്. ഇനി വീഡിയോ ഒന്നും വല്ലാതെ ക്ലാരിറ്റി ഉണ്ടാവില്ല. അടുത്ത മൊബൈൽ ക്യാമറ വരൽ തുടങ്ങി. അതിൻ്റെ ചോട്ടിൽ കൂടെ പോകുമ്പോൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഒരു സ്കാൻ ചെയ്യണ കാണും. റെഡ് ലൈറ്റ് ഇങ്ങനെ
കത്തി കൊണ്ട് പോകും. കറക്റ്റ് നോക്കിക്കോളെ. കാണുന്നില്ല. പുറത്ത് കൂടെ കുറച്ച് എന്തൊക്കെയോ ചെടികള് ഒരു പുറത്തേക്ക് കാട്. ഇനി മുള്ളുകളുള്ള മരങ്ങളാണ്, മുൾച്ചെടികളാണ്. സ്ട്രീറ്റ് ലൈറ്റൊക്കെ തെളിഞ്ഞു. അടുത്ത സ്പീഡ് ക്യാമറയാണ് ആ ഒരു പൊട്ടിയാണ്ടില്ല ഇപ്പോഴത്തെ സൈഡിൽ. ഏകദേശം ക്ലാരിറ്റി കുറഞ്ഞ് വരുന്നുണ്ട്. അല്ലെങ്കിൽ ക്ലാരിറ്റി ഇല്ല. അപ്പൊ ഈ ഹൈവേയിലൊക്കെ പോയിരുന്നോലൊന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടട്ടെ. ആർക്കതിൽ നമ്മളെ മലയാളീസ് വരുന്നുണ്ടെന്ന് അറിയാമോ? തിരക്കില്ലെങ്കിൽ ഇതിലൊക്കെ വരുന്നതാണെങ്കിലേ ഇതിലുണ്ടാവും. ഇതാണ് സുലൈമാൻ അൽ ഹബീബ് ഹോസ്പിറ്റലിന്റെ ഒരു ബോർഡ്. ആ റോഡ് നേരത്തെ കണ്ടത് റിയാദ് പോണ റോഡ് തന്നെയാണല്ലോ. അത് വലത്തോട്ട് പോയാൽ റിയാദ് റോഡാണ്. ഇതങ്ങോട്ടില്ല പാലാണോ? ഇതിലെ കാറുകൾക്ക് 120ഉം ലോറികൾക്ക് 80 വലിയ ലോറി ട്രെയിലറിനൊക്കെ 80. പിന്നെ ബസ് ഉണ്ടല്ലോ, ബസ്സിന് 100 ഉണ്ടോ? ബസ്സിന് 100 പോവാം, ലോറിക്ക് 80. ചെറുവണ്ടികൾക്കൊക്കെ 120. എന്താണ് ഇപ്പൊ നമ്മളാ പമ്പ് കണ്ടിട്ട് കുറെ സമയമായില്ലേ, പിന്നൊന്നും കാണാനില്ല. അതാ പറഞ്ഞത്. എനിക്ക് തോന്നണത് ഏകദേശം പുറയിലെത്തിയാലേ ഒരു ഉള്ളു തോന്നുന്നുണ്ട് ഈ സൈഡില്. മറ്റേ സൈഡിൽ നമ്മളവിടെ നിന്ന് ഇങ്ങോട്ട് പോരുമ്പോ പമ്പ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. നമ്മള് ഹൈവേന്ന് സർവീസ് റോഡിൽ ഇറങ്ങിയാലൊക്കെ അടുത്ത് തന്നെ പമ്പ് ഉണ്ട് എന്ന് തോന്നുന്നുണ്ടോ? കറക്റ്റ് അറിയില്ല. 1-2 ഞാൻ കണ്ടുക്കണം. പക്ഷെ ഇവിടെ നമ്മൾ ഹൈവേന്ന് സർവീസ് റോഡിൽ ഇറങ്ങിയിട്ട് കാര്യമില്ല, പിന്നെയും കുറച്ചുകൊണ്ട് പോകണം. ഈ ബോർഡുമേലും ഉണ്ട് കേട്ടോ മൊബൈൽ ക്യാമറ ഉണ്ട്, സീറ്റ് ബെൽറ്റിൻ്റെ ഉണ്ട്. ഈ സ്ഥലങ്ങളെ ഇത് വെച്ച ബോർഡുമേലൊക്കെ ഇവര് കൊണ്ട് വെച്ചിട്ടുള്ളത്. ക്യാമറകളെ അടുത്തൊരു ബ്രിഡ്ജ് വരുന്നുണ്ട്. ഉൾനാട്ടുകൾക്കില്ല ബ്രിഡ്ജാണ്. ഏകദേശം സന്ധ്യയായി, ഇരുട്ടായി. ഏതായാലും കാണുന്നവർക്ക് ഇങ്ങനെ കാണാം. എന്ത് ഒരു യാത്രയും കൂടി കാണാലോ. രാത്രി എങ്ങനെയാണെന്നില്ല അറിയാം. പുറത്തുള്ള ആൾക്കാർ കാണുന്നവർക്കല്ല, ഇവിടെയുള്ള ആൾക്കാർ അതല്ല പറഞ്ഞത്. നാട്ടിലുള്ളവർക്ക് ഇങ്ങനെ കാണുമ്പോൾ ഇത്രയും സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊന്നും ഇപ്പൊ നാട്ടില് എല്ലായിടത്തും ഇല്ലല്ലോ.
വലിയ വലിയ ടൗണിലല്ലല്ലോ. ഇത് എത്ര കിലോമീറ്റർ ആയി ഇപ്പം സ്ട്രീറ്റ് ലൈറ്റ് ഇങ്ങനെ കത്തിക്കൊണ്ടേ ഇരിക്കണം. ഇങ്ങനെ വണ്ടികളെ ബാക്ക് ലൈറ്റ് ഇങ്ങനെ കാണാം. നല്ല ക്ലൈമറ്റ് അല്ലേ. സീനിയർ സാറാണ്, നല്ല സീനിയറാണ്. അവിടെ ഒരു ബോർഡ് കാണുന്നുണ്ട്. ഞാൻ ഇപ്പോൾ വല്ല ക്യാമറ ഉണ്ടാറില്ല. ക്യാമറയാണ് ഇവിടെ പ്രശ്നങ്ങൾ. ഉള്ള നിയന്ത്രിക്കുന്ന ക്യാമറകളാണ്. കുറേ അതിലൊക്കെ ഒരു കടകൾ കണ്ടിട്ട് ആ പമ്പ് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. കുറച്ച് കള്ളിച്ചെടി, മുൾച്ചെടി അറിയാം, കള്ളിച്ചെടി അറിയാൻ പറ്റില്ല, മുൾച്ചെടി. മരത്തിനെന്താ പേരെന്ന് അറിയണമല്ലോ, ഒന്ന് കമന്റ് ഇടി. വളരെ മുൾച്ചെടികളും ഇങ്ങനെ കാണാം. ഏകദേശം ഇവിടെ എത്തിയപ്പോഴാണ് ഇപ്പോൾ നമ്മളൊരു മര്യാദക്കൊരു ബിൽഡിങ് കാണുന്നത്. എന്തൊരു ഇതാണ് ഗസർ. ഗസർ എന്ന് പറഞ്ഞാൽ നമ്മളെ കല്യാണ മണ്ഡപമാണ്. ഓഡിറ്റോറിയം, കല്യാണ മണ്ഡപം, അതാണ്. അത്യാവശ്യം വലുതാണ് കേട്ടോ. ഒന്നല്ല, അത്യാവശ്യം 2 കല്യാണമൊക്കെ നടത്താൻ തോന്നുന്നുണ്ട്. അങ്ങനെ നമ്മള് ഏകദേശം നമ്മള് കുറയുന്ന ടൗണിൽ എത്താറായി പറഞ്ഞാൽ ഇവിടുന്ന് ഈ റൈറ്റിക്ക് പോയാൽ കുറയുന്ന ടൗണൊക്കെ കിട്ടും. ഇതാകണം കുറയുന്ന സെന്റർ വാസത്തുണ്ട് വലത്തോട്ട്. പക്ഷെ നമ്മൾക്ക് ഇവിടെ എല്ലാം ഇറങ്ങേണ്ടത്. ഇതങ്ങനെ പോയാൽ എനിക്ക് തോന്നണ ഫാദർ റോഡാണ്. ഈ ഫാദർ റോഡ് അങ്ങനെ നമ്മളെ കുബൈബ്, നെസ്റ്റോ, സനയ്യ സലീം, ആ റോഡാണ് ഫാദർ റോഡ്. നമ്മൾ നേരെ പോയിട്ട് ഒമറാണ് ഇറങ്ങേണ്ടത്. ഒമർ റോഡിന് ഇറങ്ങും. ഇവിടെയൊക്കെ ഓരോ കുറ്റി ക്യാമറ ഉണ്ട്, സ്പീഡിൻ്റെ. ആ വണ്ടി ഇങ്ങനെ കയറി വരുന്നുണ്ടോ. ഫാദും ഒന്ന് ഈ റോഡുമൊക്കെ വന്ന് ചേരണം താഴത്തെ കൂടെ. രാത്രിയായാലും കാണാൻ രസമുണ്ടല്ലേ. രസം, നല്ല സീനിയറി കേട്ടോ. അടിപൊളിയല്ലേ. ഉറൈദ ടു ഉനൈസ, അല്ല ഉനൈസ ടു ഉറൈദ. നല്ല മണലാട്ടോ. അവിടെ കൈ ടെന്റ് കെട്ടിക്കണേ. എന്തോ ചെറിയൊരു പാർക്ക് ഉണ്ട് അവിടെ. നിറച്ചാളുണ്ട്. അപ്പം അങ്ങോട്ട് കാണിച്ചു തരാനുള്ളൊരു കുഴപ്പമില്ല. പിന്നെ കുറേ ടെന്റ് കെട്ടിക്കണം അവിടെ. തണുപ്പല്ലേ, തണുപ്പിന് മേലും തീയൊക്കെ കാഞ്ഞ് കോയിനൊക്കെ ചുട്ട്, കോഴി, ആട്, ഒട്ടകതൊക്കെ ചുട്ട് ഒരു മണി 2 മണി വരെയൊക്കെ നല്ല തീ കഴിഞ്ഞ് ഫുഡ് അടിച്ചവിടെ ഇരിക്കും അവർ. വീക്കെൻഡിലൊക്കെ ഭയങ്കര തിരക്കാവും. ആ ഏരിയ പിന്നിട്ടിട്ടിപ്പോ ഏകദേശം കുറയുക ഒരു ടൗണിൽ കൂടി എത്താനായി. എന്നുവെച്ചാൽ ആ വലത്തോട്ട് കുറച്ച് പിന്നെ വലത്തോട്ട് തിരിഞ്ഞാലും കുറയുക ടൗണിൽ ചെല്ലും.
നമ്മള് തിരികെ അമർക്ക പോണത് കുറച്ച് അന്നെത്തും. ആ വടി ടൗണാണ്. അത് നമ്മളെ ഏരിയ ആണ്, ഇത് വേറെ ഏരിയ ആണെന്ന് അറിയില്ല. ഏതായാലും യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് കണ്ടിരിക്കാം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മള് പിന്നെ ബ്ലോഗറൊന്നും അല്ല കേട്ടോ, വെറുതെ രസത്തിന് എടുത്തുന്നുള്ളു. കാണാല് കണ്ടോട്ടെ, രസല്ലേ. സന്തോഷ് ജോർജ് കുളങ്ങരയൊക്കെ സൗദിയിൽ വന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഈ റൂട്ട് കൂടെ വന്നിട്ടുണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഈ റൂട്ട് കാണാത്തവര് കണ്ടോട്ടെ. ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട് സൗദിക്ക് എന്നറിഞ്ഞോണ്ട. ലക്സസ് ആണ് പോണം. പല ദിവസത്തിൽ കൂടെ ഇങ്ങനെ ട്രെയിലർ JCB കയറ്റി പോവാണ്. അപ്പുറത്തെ ഒരു കോൺക്രീറ്റ് വണ്ടി, വേറെ ടൈലർ കാലിയായിട്ട് പോണം. അതിന്റെ മുന്നില് ട്രെയിലർ കാലി. എന്താ ലോഡ് അറിയില്ല, ലോഡ് കൊണ്ട് പോകും. പോന്നിട്ട് ഞാൻ മെല്ലെ പോന്നിട്ടുള്ളൂ കേട്ടോ. ഏകദേശം 17 മിനിറ്റായി. 100, 110 ആ റേഞ്ചിൽ ഇങ്ങനെ പോകുന്നതാണ്. 120, 125 പോരാ. നല്ല ഇരുട്ടായി വരുന്നുണ്ട്. അങ്ങനെ റോഡിന്റെ സെന്ററിൽ കൂടെ എല്ലാം മരങ്ങളുണ്ടാവും. അടിപൊളിയല്ല. വേറെ ലാൻഡ് ക്രൂസറാ പോകണുണ്ടായോണ്ട് അടിപൊളി വണ്ടി കാണും. ഫോർച്യൂണറാണ്. ഈ ബ്രിഡ്ജാക്കണ് അതിൻ്റെ അടുത്തോട്ട് പോയാല് നമ്മളെ ബുറൈദ എയർപോർട്ടിലൊക്കെ പോവാം. യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിക്കൊക്കെ പോവാം. പിന്നെ നമ്മളെ അറാംകോ ഉണ്ടല്ലോ, അറാംകോന്റെ റിഫൈനറി, അതൊക്കെ അടുത്തോട്ടുള്ള റോഡ്. വലത്തോട്ട് പോയാല് അങ്ങോട്ട് കുറച്ച് പോയാൽ തമീമി സുൽത്താന എന്നൊക്കെ പറഞ്ഞ സ്ഥലമാണ്. തമീമി സൂപ്പർ മാർക്കറ്റ്. അങ്ങനെ അങ്ങോട്ട് പോവുക ചെയ്യാം. അത് സെൻറ്ററിലേക്ക് പോകാം, ഉള്ളിലേക്ക് പോകാം. ഇതൊക്കെ ഇവിടുന്ന് വരുന്നതാണ്. എന്താണ് അറാംകോന്ന് വരുന്നതാണ്. ലോഡ് എടുത്ത് വരികയെന്നാ തോന്നുന്നു. ലോഡ് എടുത്ത് വരുമാവും, ഇല്ലെങ്കിൽ ലോഡ് എടുത്ത് വരുമാവും. കാരണം ലോഡിനാണെങ്കിൽ അങ്ങോട്ടാണ് പോകേണ്ടത്. അതിപ്പം ഈ റൂട്ടിൽ ഇപ്പം എങ്ങോട്ടാ പോകാറിയോ? നേരെ പോയാല് ഹൈവേക്ക് കയറാം. വേറെ മറ്റേ എന്താണ് നേരെ പോയാല് മറ്റേ ഇവിടക്കൊക്കെ റിയാദ് ഹൈവേക്ക് കയറിയിട്ട് പല തിരിഞ്ഞു പോകാം. അതിൻ്റെ റൂട്ടുണ്ട്. അങ്ങനെ എങ്ങോട്ടേലൊക്കെ ആവും. ഏതായാലും നമ്മക്ക് ഇവിടുന്ന് വലത്തോട്ട് തിരിയാനാണ്. നമ്മളിവിടെ എക്സിറ്റ് എടുക്കുകയാണ്. ഒമർ ബിൻ ഖത്താബ് റോഡ്, ആ റോഡാണ് നമുക്ക് പോകേണ്ടത്. ഒമർ ബിൻ അൽ ഖത്താബ് റോഡ്. എഴുതിയതൊന്നും കാണൂല, ചിലപ്പോൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണും ക്യാമറയിലിട്ടോ. അപ്പൊ
പമ്പ് കണ്ടിട്ട് ഇതുവരെ ഒരു പമ്പ് കണ്ടില്ലല്ലോ. ഇവിടെ എത്തിയത് ടൗണൊക്കെ എത്തിയത് ഉണ്ടാവും. ഇവിടെ ഒരു പമ്പ് ലേറ്റ് എത്തുന്നുണ്ട്, ഓപ്പൺ അല്ല, പുതിയത് വരാനല്ല. അതേമാതിരി അവിടുന്ന് ആ കുരിൻ്റെ അവിടെ ആ സിഗ്നൽ കഴിഞ്ഞിട്ട് പിന്നെ ഒരൊറ്റ സിഗ്നൽ കിട്ടിയില്ല. അതാണ് എക്സ്പ്രസ് ഹൈവേയില് സിഗ്നൽ ഉണ്ടാവില്ല. ഇവിടുന്ന് നമുക്ക് ഫ്രീ റൈറ്റ് ആണ്, സിഗ്നലിൽ നിൽക്കണ്ട, റൈറ്റ് സൈഡ് ആയതുകൊണ്ട്. അങ്ങനെ കുറയുന്ന ടൗണിലെത്തിയപ്പോൾ പ്രശസ്തമായ സൗദികളുടെ ഫുഡ് ഉണ്ടല്ലോ, അൽബൈക്കിൻ്റെ ഒരു കടയാണ് ഈ കാണുന്നത്. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന കേട്ടോ, കണ്ടില്ലേ അതിൻ്റെ എംബ്ലം കാണുന്നുണ്ടോ? അതാ കാണുന്നത് റൈറ്റ് സൈഡിൽ. മുന്നിൽ ഏതൊരു വലിയ ടാങ്കർ പോകുന്നുണ്ട്. ഈ സമയത്തൊക്കെ പെർമിഷൻ ഉണ്ട് ടാങ്കറിന്. ചില സമയത്ത് ഈ റോഡിനൊന്നും ടാങ്കറിന് പെർമിഷൻ ഉണ്ടാവില്ല, അതിന് സമയമൊക്കെ ഉണ്ട്. രാവിലെ ഒരു 9 മണിക്ക് ശേഷമൊക്കെ ടാങ്കറിന് പെർമിഷൻ ഉണ്ട്. ഇയാൾ അറിയാതെ പോകുകയാണെന്ന് അറിയില്ല, ഏതായാലും പെർമിഷൻ ഉണ്ടാവും. നമ്മൾ ഏതായാലും ഈ വീഡിയോ നിർത്താനായി, ഏകദേശം 21 മിനിറ്റ് ആയി. നമുക്ക് റൈറ്റ് സൈഡിലേക്ക് പോകണ്ട, ഇങ്ങനെ ഒരു ഗല്ലിയാണ്. ഓക്കെ, ആയിക്കോട്ടെ. എന്നാൽ അടുത്തൊരു വീഡിയോ ആയിട്ട് എങ്ങോട്ടേലൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ എടുക്കണ്ട കേട്ടോ, കണ്ട് പ്രോത്സാഹിപ്പിച്ചോളി.